ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദശകത്തിൻ്റെ തുടർച്ചയായി രാമായണ കഥ സുഗ്രീവ സഖ്യം മുതൽ 35-ാമത്തെ ദശകം നോക്കാം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു രാമലക്ഷ്മണന്മാർ ഹനുമാനെ കണ്ടുമുട്ടുന്നത്. ഹനുമാൻ അവരെ സുഗ്രീവൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. സുഗ്രീവനെ ബാലിയെ കൊല്ലാൻ സഹായിക്കാമെന്ന് രാമനും രാമനെ സീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് സുഗ്രീവനും പരസ്പരം വാക്കുപറഞ്ഞ് സഖ്യം ചെയ്യുന്നു. ദുന്ദുഭിയുടെ ഉടൽ നിഷ്പ്രയാസം രാമൻ കാൽ തള്ളവിരൽ കൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞു. സപ്തസാലങ്ങളെ അമ്പെയ്തു മുറിച്ചു. അതിനുശേഷം രാമൻ ഒളിയമ്പെയ്ത് ബാലിയെ വധിച്ചു. 1 വർഷക്കാലം അങ്ങനെ കടന്നുപോയി. ശ്രീരാമൻ്റെ വിവരം കേട്ടറിഞ്ഞ് വീണ്ടും പുത്തൻ ചിറകുവെച്ച് വേഗത്തിൽ പറന്നകന്നുപോയ സമ്പാതി എന്ന പക്ഷിശ്രേഷ്ഠൻ്റെ വാക്കനുസരിച്ച് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കാനഗരത്തിൽ പ്രവേശിക്കുകയും സീതയെ കണ്ട് രാമൻ കൊടുത്തുവിട്ട മോതിരം നൽകുകയും ചെയ്തതിനു ശേഷം അക്ഷകുമാരനെ വധിച്ചും ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധനസ്ഥനായ പോലെ കിടന്ന് രാവണനെ നേരിൽ കണ്ട് ലങ്കയെ ദഹിപ്പിച്ചതിന് ശേഷമാണ് തിരിച്ചു വന്നത്. രാമൻ്റെ കയ്യിൽ സീതയുടെ ചൂടാരത്നം നൽകി സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയവരൊന്നിച്ച് സീതാന്വേഷണം തുടങ്ങി. അവർ സമുദ്രതീരത്തെത്തി. എങ്ങനെയാണ് ഇത് കടക്കുക, ഈ സമുദ്രം ലങ്കയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്ന് ആലോചിച്ചു. അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി. ചിറകെട്ടാം. ഈ സമയം രാവണൻ്റെ അനുജൻ വിഭീഷണൻ വന്ന് രാമനെ അഭയം പ്രാപിക്കുന്നു. രാവണനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും പറഞ്ഞുകൊടുത്തു. അങ്ങനെ അവർ എല്ലാ ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന് കടലിൽ നിക്ഷേപിച്ച് ചിറകെട്ടി. അതിലൂടെ അവർ ലങ്കയിലെത്തി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് രാമലക്ഷ്മണന്മാരെ മയക്കുന്നു. ഗരുഡൻ്റെ സഹായത്താൽ അവർക്ക് മോചനം കിട്ടി. പിന്നീട് രാവണൻ പ്രയോഗിച്ച ശക്തിയേറ്റ് ബോധരഹിതനായി തീർന്ന ലക്ഷ്മണൻ ഹനുമാൻ കൊണ്ടുവന്ന മൃതസഞ്ജീവനി പർവ്വതത്തിൽ നിന്നുള്ള കാറ്റേറ്റ് പുനർജീവിച്ചു. മേഘനാഥനെ വധിച്ചു. അപ്പോൾ രാവണൻ സീത ശിരച്ഛേദനം തുടങ്ങിയ രാക്ഷസമായ കൊണ്ട് രാമൻ്റെ മനസ്സിളക്കി. മനസാന്നിധ്യം വീണ്ടെടുത്ത് രാമൻ കുംഭകർണനെ വധിച്ചു. ഇന്ദ്രൻ കൊടുത്തയച്ച പടച്ചട്ടയും തേരും സ്വീകരിച്ച് രാവണനോട് യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണൻ്റെ വധം നടത്തി. അഗ്നിശുദ്ധിയാൽ സീതയെ രാമൻ സ്വീകരിച്ചു. ദേവന്മാരുടെ വരം കൊണ്ട് മരിച്ച വാനരന്മാരൊക്കെ വീണ്ടും ജീവിച്ച് എല്ലാവരുമൊത്ത് രാമലക്ഷ്മണന്മാർ സീതാസമേതം അയോധ്യയിലേക്ക് മടങ്ങി. ദിവ്യതീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട രാമൻ സന്തുഷ്ടനായി രാജ്യം ഭരിക്കുന്നു. അപ്പോൾ ചിലർ സീതയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞതിനാൽ ഗർഭിണിയാണെങ്കിലും സീതയെ രാമൻ കാട്ടിലുപേക്ഷിക്കുന്നു. ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ചിട്ട് രാമൻ ശൂദ്രതാപസനെ നിഗ്രഹിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ സീത 2 ആൺകുട്ടികളെ പ്രസവിക്കുന്നു. ലവകുശന്മാർ. അവർ വാൽമീകി മഹർഷി രചിച്ച രാമായണം രാമൻ്റെ അശ്വമേധയാഗശാലയിൽ വെച്ച് പാടി കേൾപ്പിച്ചു. രാമൻ വീണ്ടും സീതയെ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷേ സീത ഭൂമിദേവിയെ അഭയം പ്രാപിച്ച് അപ്രത്യക്ഷയാകുന്നു. രാമൻ സ്വയം സരയൂ നദിയിൽ ഭൃത്യന്മാരോടുകൂടി പ്രവേശിച്ച് അവരൊന്നിച്ച് സ്വർഗത്തിലെത്തി ആ ദിവ്യധാമമായ വൈകുണ്ഠത്തെ ഗമിച്ചു. ഭഗവാന്റെ ഓരോ അവതാരവും മനുഷ്യന് പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്.
കാമത്തിലുള്ള അത്യാസക്തി കൊണ്ട് വിരഹദുഃഖവും ധർമ്മത്തിലുള്ള അത്യാസക്തി കൊണ്ട് ബന്ധുക്കളുടെ പരിത്യാഗവും ഭഗവാൻ നമുക്ക് കാട്ടിത്തന്നു. ലോക നന്മയ്ക്ക് വേണ്ടി അവതാരമെടുത്ത് ഭഗവാൻ ലോകശിക്ഷണമെന്ന ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 35 രാമായണ കഥ സുഗ്രീവ സഖ്യം മുതൽ ശ്ലോകം 1. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിഥയുഗപദ്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഖാദോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർവിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. നീത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സുഗ്രീവ മൈത്രിയും ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ നീത സുഗ്രീവ മൈത്രിയും അങ്ങനെ ചൊല്ലണം. സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. തദനു തനു ദ എന്നുള്ളത് ദയേലത്തെ ഹനുമത നീട്ടിയിട്ട് ദുന്ദുഭേ അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദുന്ദു നാ ദ എന്നാണ് ദു എന്നുള്ളത്. ദുന്ദുഭേ കായമുച്ചൈ അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. കായം ഉച്ചൈ അതാണ് കായമുച്ചൈ. ക്ഷിപ്ത്വ അങ്കുഷ്ഠേന ക്ഷിപ്ത്വ ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അങ്കുഷ്ഠേന ഷ്ഠ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഭൂയോ ഭൂ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ലുലവിഥ ഥ എന്നുള്ള അക്ഷരം കഥ എന്നൊക്കെ ഉള്ളതിലത്തേണ്. അത് നന്നായിട്ട് ഊന്നി പറയണം. യുഗപദ് പത്രിണ സപ്തസാലാൻ സപ്ത പാത്ത എന്നാണ് 8 3 സപ്തസാലാൻ ഹത്വാ സുഗ്രീവഖാദോദ്യതം അതുലബലം. ഇവിടെ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അതുല ബലം ബലം എന്നുള്ളതിന് ഒട്ടും ബലം കൊടുക്കണ്ട. ബലം എന്നാണ്. ബ എന്ന് ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. ബാലിനം വ്യാജവൃത്യ ഹത്വാ സുഗ്രീവ ഖാദോദ്യതമതുലബലം അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ബാലിനം വ്യാജവൃത്യ വർഷാവേലാം അനൈഷീർ ചേർത്തിട്ട് വർഷാവേലാം അനൈഷീർ വിരഹതരളിതത്വം ചേർത്തിട്ട് വിരഹതരളിതസ്ത്വം മതങ്കാശ്രമാന്തേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിഥയുഗപദ്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഖാദോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷീർ വിരഹതരളിതസ്ത്വം മതങ്കാശ്രമാന്തേ. അടുത്തത് 2ാമത്തെ ശ്ലോകം. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ ദയിതാ മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദ്ത്വത്പ്രിയാ സപ്രയാസൈ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സുഗ്രീവേണ അനുജോക്ത്യ ചേർത്തിട്ട് സുഗ്രീവേണ അനുജോക്ത്യ സഭയം അഭിയത
ഭാന്നും ഭീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം. താം എന്ന് ചൊല്ലിയിട്ട് അടുത്ത ലൈന് ചൊല്ലുകയാണെങ്കിൽ ഋക്ഷാണാം എന്നാണ്. ഋഷി എന്നൊക്കെ ഉള്ളതിൽ തെറ് എന്ന് വരും. ചേർത്ത് ചൊല്ലുമ്പോൾ താമൃക്ഷാണാം മൃ എന്നാവും. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷ്യാന്നും ദിക്ഷു ഷൂന്നും നന്നായിട്ട് ഊന്നി പറയണം. ദ്രുതം അഥ ദ്രുതമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദയിത മാർഗണായ അവനമ്രാം ചേർത്തിട്ട് മാർഗണായാവനമ്രാം. സന്ദേശം എന്ത് നാദ് എന്നാണ്. സന്ദേശം ച അങ്കുലീയം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ ദി എന്നുള്ളത് ദയലത്തെ. മോദശാലി ഇവിടെയും ദാന്ന് ദയലത്തെ എന്നാണ്. മോദശാലി. മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി പി ഭി അത് രണ്ടും വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. കപിഭിരപി. തത് ത്വത് പ്രിയ ത്വ ത്വത് നല്ല ത്വ എന്നാണ്. ത്വത് പ്രിയ സപ്രയാസൈ അവിടെ ലാസ്റ്റിൽ വിസർഗം. അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥ ദയിതാ മാർഗണായാവനമ്രാം. സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലി. മാർഗേ മാർഗേ മമാർഗേ കപിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.